ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യം തന്നെ നമുക്ക് ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് പരിശോധിക്കാം. 6/1/2025 23,679.9 എന്ന ലെവലിലാണ്. കൃത്യമായും 50 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ് ഇന്നലത്തെ ചാർട്ടിലെ ക്ലോസിംഗ് ലെവലുമായിട്ട് ചാർട്ട് പ്രകാരം അത്രയുമാണ് ഗ്യാപ്പ് അപ്പ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ 160 പോയിന്റിൽ താഴെ മാത്രമാണ് ഇന്ന് നിഫ്റ്റി മൂവ് ചെയ്ത്. ഇന്നലെ വളരെ വലിയ മൂവ്മെൻറ്റ് തന്ന നിഫ്റ്റി ഇന്ന് റെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസ് ലെവൽ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലായിരുന്നു. എന്നാൽ ആ ലെവലിന് ശേഷം അതിന് മുകളിൽ കയറി ക്ലോസ് ആയതിനു ശേഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യത്തെ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് വളരെ വേഗത്തിൽ ഒരു മൂവ്മെൻ്റ് ആണ് അപ്വേർഡ് ഡയറക്ഷനിൽ കിട്ടിയത്. ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ താല്പര്യമുള്ളവർക്ക് അഥവാ ആ ഒരു മൂവ് ക്യാച്ച് ചെയ്യാനുള്ള ഗട്ട്സ് ഉള്ളവർക്ക് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവൽ 802 എന്ന ലെവലിന് മുകളിലോട്ട് പ്രൈസ് എത്തിയില്ല. ഈ ഏരിയയിൽ നിന്നും അത് നിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പെട്ടെന്ന് ഒരു സെല്ലാണ് വന്നത്. ആ സെല്ല് ഈ തരത്തിലുള്ള ഒരു ട്രേഡിംഗ് എക്സ്പെക്റ്റ് ചെയ്ത് നിന്നവർക്ക്, ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ളത് ഒരു രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞവർക്ക് കൃത്യമായ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവലിന് മുകളിൽ അതല്ലെങ്കിൽ അല്പം കൂടി മുകളിലുള്ള ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകാം എന്ന് ശ്രദ്ധിച്ച് നിന്നവർക്ക് കൃത്യമായും പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്ത് താഴെയുള്ള സപ്പോർട്ടിലോട്ട് വന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ഡേയ്സ് ലോ വീണ്ടും ബ്രേക്ക് ചെയ്തപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് കരുതാവുന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് ഇവിടെ നിന്നും വീണ്ടും അപ്പ് മൂവ് പോയി. പിന്നീടുള്ളതൊന്നും പറയേണ്ടതില്ല, പൂർണ്ണമായും കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇന്നത്തെ നോക്കിയാൽ വളരെയധികം ടൈം ഡീകെ സംഭവിക്കുകയും പ്രീമിയം മെൽറ്റിങ്ങുമാണ്. എന്നാൽ ഇതിനിടയിലെല്ലാം ചെറിയ പ്രോഫിറ്റുകൾ എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധ്യമാകുന്നതായിരുന്നു. അത് ആ തരത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് പലരും 15 ട്രേഡൊക്കെ എടുത്ത് പ്രോഫിറ്റിൽ തന്നെ വൈൻഡപ്പ് ചെയ്ത് 2 സ്റ്റോപ്പ് ലോസ് മാത്രം ഹിറ്റ് ചെയ്തൊക്കെ PNLകൾ ലഭിച്ചിരുന്നു. അതുപോലെ 8-9 ട്രേഡ് എടുത്ത ഒക്കെ ഒരുപാട് പേരുടെ PNLകൾ ലഭിച്ചിരുന്നു. എങ്കിലും ഒരു ബോറിംഗ് മാർക്കറ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എങ്ങനെ ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് ഈ ലഭിച്ച ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കാം. 23,685 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊരു മൈനർ സപ്പോർട്ടായി ഇന്നത്തെ ഡേയ്സ് ലോ 23,637 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ റെസിസ്റ്റൻസ് ഇന്നത്തെ ഡേയ്സ് ഹൈ ആയ 23,795 ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി അതേ ലെവലുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ ഇൻഡെക്സിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എല്ലാ ഇൻഡെക്സുകൾക്കും സമാനമായ ഒരു മൂവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾക്കിടയിൽ മാത്രം നിന്നുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലാണ് നിഫ്റ്റിയിലെ നമ്മളുടെ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുന്ന, സ്ഥിരമായി കാണുന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകുന്ന ലെവലുകൾ തന്നെയാണ്. ഇനി ആ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇന്നലത്തെ വീഡിയോ കണ്ട് ആ ലെവലുകൾ താല്പര്യമുള്ളവർ രേഖപ്പെടുത്തുക. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് തീർച്ചയായും ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട. ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ലെവലുകളൊക്കെ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നാളെ മാർക്കറ്റ് തരുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നത് ഒരു കാര്യമാണെങ്കിൽ പോലും 23,550 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും
ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്വാണ്ടിറ്റി ക്ലോസ് ആവുന്ന പക്ഷം തുടർന്ന് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം പ്രൈസ്. അത്തരത്തിൽ അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. 50,165 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഡേയ്സ് ലോ മൈനർ സപ്പോർട്ടായി 49,968 എന്ന ലെവലും ഇന്നത്തെ ഉയരം തന്നെയാണ് ആദ്യമായി ലഭിക്കേണ്ടുന്ന റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. തുടർന്ന് മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ, അതായത് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യമേ ലഭിക്കേണ്ട ഒരു പ്രധാന ലെവൽ ഇത് തന്നെയാണെങ്കിൽ 49,968 എന്ന ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്യലാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് മോഡിലോട്ട് മാറണമെങ്കിൽ 49,748 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക തന്നെ വേണം. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം വീണ്ടും പ്രൈസ് വീക്ക് ആയേക്കാം. അങ്ങനെയെങ്കിൽ തുടർന്ന് താഴോട്ട് രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാനാണ് സാധ്യത. 78,100 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ സെൻസെക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മൈനർ സപ്പോർട്ടായിട്ട് 77,921 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിൽ ഇന്നത്തെ ഡേയ്സ് ഹൈ തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് തീർച്ചയായും ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന പക്ഷം വീണ്ടും ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രധാനമായും നമുക്ക് ലഭിക്കേണ്ട ഒരു വീക്കാണ് സെൻസെക്സ് എന്ന് ഫീൽ ചെയ്യണമെങ്കിൽ 77,779 എന്ന ഈ ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവണം. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് മാത്രം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന എങ്കിൽ തുടർന്ന് അതിലും താഴെ രേഖപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ആവശ്യത്തിലേക്കായി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ് ഇത്. നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഗുണകരമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടേതാണ് പൂർണ്ണമായും റിസ്ക്. എന്നാൽ ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ലൈക്കുകൾ നൽകി ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭ്യമാകട്ടെ. ധാരാളം ലാഭം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്